ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് ഇൻസ്റ്റഗ്രാമിൽ, ക്യാമ്പ് വിത്ത് സ്ട്രേഞ്ചേഴ്സ് പറഞ്ഞിട്ട്. ആൾക്കാരെ കണ്ടോ അവിടെ? അതാണ് നമ്മുടെ കറന്റ്ലി സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ. മൂന്നാൾക്കാരെ കാണാനില്ല പറഞ്ഞിട്ട് 2, 3, 4, 5, 6, 7, 8, 9 ഇവിടെ വെച്ച് നടക്കുന്നത് അല്ല. 1.5 മണിക്കൂറോളം വേറെ ഏതൊരു ലോകത്ത് ഹേ ഗൈസ്, ഫൈൻഡിങ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. യാത്രകൾ ചെയ്യുമ്പോഴാണ് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യാറ്. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും ഒരു യാത്ര, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു യാത്രയ്ക്ക് ഞാൻ പോവുകയാണ്. അപ്പോൾ ആ യാത്രയുടെ വിശേഷങ്ങളാണ് ഇതെല്ലാം. ഇപ്പം നമ്മൾ എങ്ങോട്ടാ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ നാളായി ഞാൻ ആഗ്രഹിക്കുന്നു ഒരു പരിചയമില്ലാത്ത കുറേ പേരോടൊപ്പം യാത്ര പോകണം എന്നുള്ളത്. ഞാൻ ഒറ്റയ്ക്ക് സോളോ യാത്ര പോകുമ്പോഴൊക്കെ തന്നെ നമുക്കൊട്ടും പരിചയമില്ലാത്ത പല ആൾക്കാരെ റോഡിൽ വെച്ച് മീറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്നത്തെ യാത്ര അത്തരത്തിലൊരു യാത്രയാണ്. മാത്രമല്ല ഞാൻ പോകുന്നത് എൻ്റെ കൂടെ എനിക്കൊരു പരിചയമില്ലാത്ത കുറേ ആളുകളുടെ പോകണം. അപ്പോൾ എങ്ങനെയായിരിക്കണം എനിക്കൊരു എക്സ്പെക്ടേഷനോ ഒന്നും ഇല്ലാതെ ഞാൻ യാത്രക്ക് പോകുന്നത്. എന്താണോ യാത്രയിൽ എനിക്ക് ഫീൽ ചെയ്യുന്ന എൻ്റെ അനുഭവങ്ങൾ എന്താണോ അത് ഞാൻ വളരെ റോ ആയിട്ട് നിങ്ങളോട് പങ്കുവെക്കും. അതിൻ്റെ വിഷ്വൽസ് എല്ലാം കാണിച്ചു തരും. പോകാൻ പോകുന്ന ലൊക്കേഷൻ വാഗമണ്ണിലെ മത്തായിപ്പാറ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അപ്പോൾ ഇപ്പോൾ ടൈമായി ഏകദേശം രാവിലെ 5 മണിയായി. ഞാൻ ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് ബസ് പിടിച്ചിട്ട് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ സൗത്ത് KSRTC സ്റ്റാൻഡിൽ പോകണം. അപ്പോൾ അങ്ങോട്ടേക്കുള്ള പോകാനുള്ള ഒരുക്കത്തിലാണ് ഞാൻ. അപ്പോൾ ഇറങ്ങട്ടെ. ചെറുതായിട്ടൊന്ന് മഴ പെയ്തു, നനഞ്ഞു. അപ്പോൾ നമ്മൾ ബസ് കാത്ത് നിൽക്കുകയാണ്. 2 മണിക്കൂർ സമയമുണ്ട് അതിനുള്ള അവിടെ എത്തണം. ബസ് കിട്ടി ഗൈസ്, ആയിക്കോട്ടെ. അങ്ങനെ ഞാൻ ബസ് ഇറങ്ങി ഇടപ്പള്ളിയിൽ. ഇനി സൗത്തിലേക്ക് പോകണം. അപ്പോൾ ഞാൻ ഈ യാത്ര എങ്ങനെ പോകുന്നുള്ള എൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ പറഞ്ഞില്ല. ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് ഇൻസ്റ്റഗ്രാമിൽ, ക്യാമ്പ് വിത്ത് സ്ട്രേഞ്ചേഴ്സ് പറഞ്ഞിട്ട്. അപ്പോൾ അവരുടെ കൂടെ ഞാൻ പോകുന്നത്. ഒരു ദിവസം വെറുതെ രാവിലെ ഇൻസ്റ്റഗ്രാമിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഇവിടെ ഒരു ആഡ് വന്നു. അപ്പോൾ അതിൽ ഇങ്ങനെ ഒരു ലൊക്കേഷൻ ഉണ്ട്, നമുക്കൊട്ടും പരിചയമില്ലാത്ത ആൾക്കാരുടെ കൂടെ പോകാം നല്ലൊരു ഇത് കണ്ട് ഞാൻ അവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്തു. അപ്പോൾ അവർ എനിക്ക് ഡീറ്റെയിൽസൊക്കെ അയച്ചു തന്നു. അപ്പോൾ അതിനൊരു എമൗണ്ട് ഉണ്ട്. ആ എമൗണ്ട് പേ ചെയ്താൽ നമുക്ക് അവർ പറയുന്ന ദിവസം ചെന്നാൽ ആ ഒരു ട്രിപ്പിൽ ഇൻക്ലൂഡ് ആകാം. രാവിലെ 8:30 ഒരു ടൂറിസ്റ്റ് ബസ് ഉണ്ട്. അപ്പോൾ അതിലേക്ക് കയറിയിട്ട് നമ്മൾ പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാരാണ്. തമിഴ്നാട് നിന്നുണ്ട്, കേരളത്തിൽ നിന്ന് തന്നെ പല സ്ഥലത്തു നിന്ന് വരുന്നവരുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ഒരു സ്ഥലത്ത് മീറ്റിംഗ് പോയിന്റ് ജോയിൻ ചെയ്തിട്ട് അവിടെ നിന്ന് നമ്മൾ ഡെസ്റ്റിനേഷനിലേക്ക് പോവാം. അപ്പോൾ ഇതൊരു ക്യാമ്പിംഗ് പോലെയാണ്. ഒരു മലയുടെ മണ്ടയിൽ പോയിട്ട് നമ്മൾ ക്യാമ്പ് ചെയ്യുന്നൊരു പരിപാടിയാണ്. സ്ഥലം വരുന്നത് വാഗമണ്ണിൽ മത്തായിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ആ കാണുന്നതാണ് ബസ് സ്റ്റാൻഡ്. കുറെ ആൾക്കാരെടുത്തുണ്ട് ഗൈസ്. എന്താ പരിപാടി നോക്കട്ടെ. ഞങ്ങൾ ഓക്കെയോടാ. ഏകദേശം കുറെ പേരായിട്ട് ഒരു 10-30 ആൾക്കാർ ഇവിടെ ഒത്തുകൂടിയിട്ടുണ്ട്. അവർ കമ്പനിക്കാരെ കിട്ടിയിട്ടുണ്ട്. സോ നമ്മൾ ബസ്സിനായിട്ട് വെയിറ്റിംഗ് ആണ്. പിന്നെ ആൾക്കാർക്ക് ശ്രദ്ധിക്കുക. സോ ബേസിക്കലി ട്രിപ്പിന്റെ ഉദ്ദേശം തന്നെ ഒരു പരിചയമില്ലാത്ത കുറെ പേരായിട്ട് ഒന്ന് ഗ്രൂപ്പ് ആകുന്നു. അതിനുശേഷം ആ ഒരു ക്യാമ്പ് കഴിയുമ്പോൾ അവരെല്ലാവരും ഫ്രണ്ട്സായി മാറുന്നു. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ്. ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ കണ്ടോ അവിടെ? അതാണ് നമ്മുടെ കറന്റ്ലി സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ. കുറച്ച് കഴിയുമ്പോൾ അവരെല്ലാവരും ഫ്രണ്ട്സായി മാറും. ഗൈസ്, നമുക്കൊരു കാർഡ് കിട്ടി. കണ്ടതിൽ എൻ്റെ പേരുണ്ട്. പലർക്കും കാർഡ് ഷഫിൾ ചെയ്ത് കൊടുക്കും. എല്ലാവരുടെയും പുറകിൽ ഇങ്ങനെ പേര് എഴുതും. സ്വന്തം പേരുള്ള കാർഡ് കണ്ടുപിടിക്കണം മറ്റുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്ന്. അങ്ങനെ അവർക്ക് മാത്രമേ ബസ്സിൽ കയറാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളെല്ലാവരും ബസ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ആ കിടക്കുന്ന ബസ്സിലാണ് നമ്മൾ യാത്ര തുടങ്ങാൻ പോകുന്നത്. ഞാനിപ്പോൾ ഉള്ളത് ഒരു ഗ്യാങ്ങിന്റെ പോണം. മിസ്റ്റർ കിരൺ ആൻഡ് അജാസ്, നമ്മുടെ കോർഡിനേറ്റർ. കണ്ടോ, എല്ലാവരുടെയും കാർഡ് പേര് ഉറപ്പ് ചെയ്തതിനു ശേഷമാണ് അവരെ ബസ്സിൽ കയറ്റാൻ. ഞാൻ പോയിട്ട് എൻ്റെ ബാക്കിൽ വെക്കട്ടെ. ഗൈസ്, നമ്മൾ ബസ്സിൽ കയറി. എല്ലാവരും ഫുള്ളാണ്, സീറ്റിൽ എല്ലാവരും ഉണ്ട്. ഹായ് ബ്രോ, നാണോ ഉണ്ടോ? ബസ് എടുത്തിട്ടില്ല. നേരെ നമ്മളിനി ഒരു സ്റ്റോപ്പുള്ളൂ ഫുഡ് കഴിക്കാനായിട്ട്. അതേ നേരെ നമ്മുടെ ക്യാമ്പിംഗ് സൈറ്റിലേക്ക് നമ്മൾ പോകും. അപ്പൊ ഞാൻ ഫ്രണ്ടിൽ പോയിരുന്ന് എന്നെ പിടിച്ച് ബാക്കിലാക്കി. ഗൈസ്, കയറി വരുന്നേ ഉള്ളൂ, ചാർജ് ആയി വരുന്നേ ഉള്ളൂ എല്ലാവരും. പിന്നെ കമ്പാനിയനായിട്ട് എനിക്കൊരു
കിട്ടില്ല കൃത്യം 9:06 നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തു. പറയട്ടെ വെൽക്കം ടു ക്യാമ്പസ് സ്റ്റേഷൻ. അതൊരു കാര്യം പറയട്ടെ, വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. എന്താന്ന് വെച്ചാ നിങ്ങൾ തൊട്ടടുത്തേക്ക് ആൾക്കൊക്കെ ഒരു ക്ഷേക്കാൻ കൊടുത്ത് എന്താ പേര് എവിടെ സ്ഥലം എന്നൊക്കെ ചോദിക്കാം. ഒന്ന് ചോദിക്കൂ, ഒന്ന് പരിചയപ്പെടും, ഒന്നുകൂടി പരിചയപ്പെടും, കുഴപ്പമില്ല. പരിപാടി തുടങ്ങി, പരിപാടി ഓണാണ്. യെസ്, താങ്ക് യു. അപ്പൊ നമ്മളെ ക്യാമ്പസ് ചേഞ്ചേഴ്സ് തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു 1 year and 2 months അറൗണ്ട് ആയിട്ടുണ്ട്. ഒഴിയുന്ന സമയത്ത് നിങ്ങളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു സാധനമുണ്ട്. എന്താന്ന് വെച്ചാ ടെൻഷൻ, പ്രഷർ, അല്ലെങ്കിൽ ഓഫീസിലെ മറ്റേ സാധനം, അല്ലെങ്കിൽ മറ്റേ ഗേൾഫ്രണ്ട് ബോയ് ഫ്രണ്ട്, അതെല്ലാം നന്നായിട്ട് ആ ചെറിയ ഒറ്റ ഒരു ക്യാമ്പസ് ചേഞ്ചസ് എന്ന് പറഞ്ഞ പരിപാടിയൊക്കെ നടത്തുന്നുണ്ട്. അപ്പൊ ആൾക്കാരൊക്കെ വരുമ്പം ഭയങ്കര എക്സ്പെക്ടേഷനിലാണ് വരിക. അപ്പൊ അവർക്ക് കൊടുക്കാനായിട്ട് എന്തെങ്കിലും ഒരു അടിപൊളി സാധനം ചെറുതായിട്ട് വേണം എന്ന് വെച്ചാ എടാ മോനെ നീ ഒന്നും കൊണ്ട് പേടിക്കണം. മൂവി ബട്ട് നീ ആയ ക്യൂ അതിൽ നിന്ന് മാറണം വിചാരിച്ചായിരിക്കും നിങ്ങൾ ക്യാമ്പിലേക്ക് വന്നത്. ആ ഒരു കാര്യം, 2 ഓപ്ഷൻ. തനിക്കിത് വീട്ടിൽ കൊണ്ടുപോയിട്ട് പാനൂര് കലക്കി കുടിക്കാം. സോ ഗൈസ്, ആദ്യത്തെ ഒരു സെഷൻ കഴിഞ്ഞു. കുറച്ച് ഡാൻസ് കളിച്ചു, ഒരു ഗെയിം കളിച്ചു, ഒരു വിന്നറിനെ സെലക്ട് ചെയ്തു. ഞങ്ങൾക്ക് കൺസെന്റ് ഫോം തന്നിട്ടുണ്ട്. അപ്പൊ അത് സൈൻ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. സോ ഇപ്പൊ എല്ലാവരും സൈലൻസ് ആണ്. കുറച്ച് നേരത്തേക്ക് ഒരു ചെറിയ ബ്രേക്ക്. ഉറങ്ങണ്ടവർക്ക് ഉറങ്ങാം. ഡോക്ടർ സൽമാനൊക്കെ നല്ല ഉറങ്ങാം ഇവിടെ. മ്യൂസിക് ഇട്ട് സോറി, ഇപ്പൊ കോപ്പറേറ്റ് അടിക്കും. ഞാൻ വീഡിയോ ചെയ്യാം. അങ്ങനെ കുറെ നേരം നമ്മൾ വണ്ടിയിലിരുന്നു. ഒരു 2 മണിക്കൂറോളം ഇരുന്നതിന് ശേഷം ഇവിടെ ഭരണങ്ങാനം പള്ളിയുടെ അവിടെ സ്റ്റോപ്പ് എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഗ്രൂപ്പ്. വണ്ടിയിൽ നല്ല കുറച്ച് ഇവന്റുകളൊക്കെ ആയിരുന്നു. നമ്മളൊരു റീൽ ഷൂട്ട് ചെയ്യാനുള്ള പ്രിപ്പറേഷനിലായിരുന്നു. ഡാൻസ് പ്രാക്ടീസ് ഒക്കെ ആയിട്ട് കുറച്ച് ആൾക്കാരെ സെലക്ട് ചെയ്തു. അതിന്റെ പരിപാടിയൊക്കെ ആയിരുന്നു. അങ്ങനെ സ്റ്റെപ്പ് എല്ലാം പഠിച്ചു. റീല് ഷൂട്ടിങ് തുടങ്ങിയിട്ടുണ്ട്. എല്ലാവർക്കും ഈസി ആയിട്ട് പറയാൻ പറ്റുന്നതായിരിക്കണം, പക്ഷെ അതില് വെറൈറ്റീസ് കൊണ്ടുവരാം. നിങ്ങളുടെ ഇഷ്ടം അത് ആലോചിക്കാം. കിട്ടുന്നുണ്ട്. തളിച്ചിട്ടാക്കും. നമുക്ക് ആദ്യം തസ്കർ എന്ന ടീമിന്റെ നമ്മുടെ അർത്ഥം കേൾക്കാം. പിന്നെ ഇരിക്കുന്നത് നമ്മുടെ മലബാറാണ്. മലബാറാണ് പിന്നെ ഇരിക്കുന്നത്. നിങ്ങളൊരു പാട്ടുകളും ആയിരമാശകളാലൊരു പൊന്മലനേയും റോഡിനരികാണ് വീടിനടയാളം ശിവകൊന്ന അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ടൊരു സ്ഥലത്ത് എത്തി. ഇവിടുത്തെ ക്ലൈമറ്റ് നോക്കിയേ, സമയം ഉച്ചയ്ക്ക് 1 മണിയാണ്. കോട നോക്കി ഗൈസ്, ഇതാണ് ഹോട്ടൽ. ഇവിടെ എല്ലാ ടൂറിസ്റ്റുകളും ഈ ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കുന്നത്. എന്നാലും ഭയങ്കര തിരക്കാണ്. ഇതുവരെയുള്ള ഒരു എക്സ്പീരിയൻസ് വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. വണ്ടിയിൽ ഫുള്ള് പാട്ടൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ടാണ് വന്നത്. ഇത്രയും ദൂരം ക്ലൈമറ്റ് നോക്കിയേ, മഴയും ചെറുതായിട്ട് ചാറുന്നുണ്ട്, ഭയങ്കര കോടമഞ്ഞ. ആ ഹോട്ടലിൽ എടുക്കുന്ന തിരക്ക്. അപ്പോൾ ഞങ്ങളിവിടെ വേറെ കുറച്ച് ഹോട്ടലിൽ അടിയിലുണ്ട്. ഗായ്സ് ഫുഡ് കഴിച്ചു. ഞങ്ങളൊരു കടയിൽ കയറിയിട്ട് ബിരിയാണിയാണ് കഴിച്ചത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ബിരിയാണിയുടെ ഫോട്ടോ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി. ഞാൻ ആലോചിക്കുന്നേ,
ഇവിടുത്തെ ഹോട്ടലുകളിലൊക്കെ കച്ചവടം. ഞങ്ങൾ ആദ്യം ഒരു ഹോട്ടലിൽ പോയി കയറി. അവിടെ എങ്ങും ഇല്ലാത്ത തിരക്ക്. തിരക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യൂ നിൽക്കാം. നമ്മൾ കല്യാണത്തിനൊക്കെ പന്തലിന് സീറ്റ് എടുക്കില്ലേ, അമ്മാതിരി ആൾക്കാരാണ് അവിടെ നിൽക്കുന്നത്. ഏകദേശം അടുത്താണ്, ഒരു 10-15 മിനിറ്റ് പോയി നമ്മുടെ ക്യാമ്പ് ചെയ്യുന്ന സൈറ്റിലേക്ക് എത്തും. അത് കൊള്ളാം ഗൈസ്. ഏലത്തോട്ടം ഫുള്ള് വേസ്റ്റ് കച്ചറൊക്കെയാണ്. വന്ന ടൂറിസ്റ്റ് കണ്ടില്ല, എത്ര ടൂറിസ്റ്റ് ബസ് നോക്കി ഇവന്മാർ വന്നിട്ട് ഇവിടെ വേസ്റ്റ് കൊണ്ടിട്ട് പോയിക്കണം. ചെറിയ ഏതോ പ്ലാന്റേഷൻ ആരുടെ പറമ്പിൽ ഒരു നട്ടോടത്തേക്കുന്ന തേയിലത്തോട്ടമാണ്. അവിടെ നമ്മുടെ ഹോട്ടലും കാര്യങ്ങളൊക്കെ വരുന്നത്. അവിടെയാണ് പാർക്കിങ്ങിൻ്റെ സ്ഥലങ്ങളൊക്കെ ഉള്ളത്. ഇതിലുണ്ട് നമ്മുടെ മച്ചാന്മാരാണ്. ഞാനിങ്ങനെ കയറി വന്നപ്പോൾ എൻ്റെ പുറകെ വരികയാണ് രണ്ടാളും കൂടി. നമ്മളെവിടെ ട്രിപ്പ് പോയാലും ഇതേപോലെ എല്ലാ കാണുന്ന മലയുടെയും മരത്തിൻ്റെ അടിയിൽ പോയി നിന്ന് ഫോട്ടോ എടുക്കുന്ന ഒരു കൂട്ടുകാരൻ എല്ലാവരും കണ്ടാവും. അതേപോലത്തെ ഒരു പ്രഹസനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ പുള്ളി പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറാണ്. ആ പുള്ളി പ്രൊഫഷണൽ മോഡലാണ്. കണ്ടില്ലേ, വണ്ടിയിൽ നിന്ന് കോളോന്ന് 3 ആൾക്കാരെ കാണാനില്ല പറഞ്ഞിട്ട് പോയി വണ്ടി കയറട്ടെ. അപ്പോ വീണ്ടും നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തു. നിങ്ങൾക്ക് വേണ്ടി ആലപിക്കുന്നു. എല്ലാവരും കൈയടിച്ച് സപ്പോർട്ട് ചെയ്യുക. ഇവിടെ എന്തോ ഒരു ആക്ടിവിറ്റി ചെയ്യാൻ ഇറങ്ങിയതാണ്. മേ ബി ഡാൻസ് ആയിരിക്കണം. അതായത് വണ്ടിയുടെ അത് ഫുൾ ഓൺ എനർജി, പാട്ട്, ഡാൻസ്, ഫുൾ സീൻ. അടിപൊളിയായിരുന്നു. ഞങ്ങൾ ക്യാമ്പ് സൈറ്റിലെത്തി. ഇത് 10 ലൈഫ് ഇവിടെ നമ്മുടെ ക്യാമ്പ്. വണ്ടി ഇവിടെ വെച്ചിട്ട് നമുക്കൊരു 500 മീറ്റർ നടക്കണം. ഇനി നാളെ നമ്മൾ വണ്ടിയുടെ അടുത്തേക്ക് വരുള്ളൂ. ഭാഗ്യത്തിന് മഴയൊക്കെ പോയിട്ട് വെയിലായിട്ടുണ്ട്. ക്യാമ്പ് സൈറ്റിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കോർഡിനേറ്റർ ഹായ് ഗൈസ്. പേരെന്താ? അരുൺ. ഇത് നമ്മുടെ മച്ചാൻ്റെ കോർഡിനേറ്റർ. അപ്പം നമ്മുടെ വഴികാട്ടിയാണ്. ഇവിടെ എത്രാമത്തെ ക്യാമ്പ് നടത്തുന്നത്? കുറെ ആയോ? ഓൾമോസ്റ്റ് ഒരു 4-5 ക്യാമ്പ് കഴിഞ്ഞു. ആ 5 മിനിറ്റ് നമുക്ക് നമ്മൾ സ്പോട്ടിലെത്തി. ബാക്കി 2 മെമ്പേഴ്സ് വരുന്നുണ്ട്. ഇവിടെ വന്യജീവികളും ഇഴജന്തുക്കളും എല്ലാം ഉണ്ട്. സോ ഇതാണ് നമ്മുടെ ക്യാമ്പിംഗ് സൈറ്റ്. ഇതാണ് പ്രോപ്പർട്ടി. കുറച്ച് ആർട്ട് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് ഇരിക്കാനുള്ള സെറ്റപ്പും അവിടെ ക്യാരം ബോർഡും ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഊഞ്ഞാലുണ്ട് ഗൈസ്. അത് കൊള്ളാം. നമുക്ക് വ്യൂ കണ്ട് ഊഞ്ഞാലാടാം. പിന്നെ ഇവിടെ എന്തോ ഒരു ചെറിയ ഷെഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ 10 ലൈഫ്സ് ആണ് ഇവരുടെ ഈ പ്രോപ്പർട്ടിയുടെ പേര്. വെൽക്കം ഡ്രിങ്ക് കിട്ടി, കട്ടൻ ചായ. എല്ലാവരുടെ ഊഞ്ഞാലാടാനായിട്ട് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഞങ്ങൾ ക്യാരംസ് കളിക്കായിരുന്നു. സോ ഇതാണ് എൻ്റെ ടീംമേറ്റ്. ബ്രോ ജയിക്കണം നമുക്ക്. വി ഹാവ് ടു വിൻ. ഗൈസ് നമുക്ക് ഇവിടെ ടെന്റ് സ്റ്റേ ആണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കുറച്ച് കുന്ന് കയറി പോയി കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെയാണ് ടെന്റിന്റെ സെറ്റ്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. എല്ലാവരും ഫ്രഷായി. ഞാനും പോയി കുളിച്ചു. എന്തോ ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ അതിനു വേണ്ടി പോയിക്കൊണ്ടിരിക്കുക. അവിടെ കുറച്ചൊരു ഊഞ്ഞാലാടുന്നുണ്ട്. ആക്ടിവിറ്റീസ് ഒക്കെ തുടങ്ങാറായി. ബ്രോ പേര് പറ. സുധീഷ് ഫ്രം തൃശ്ശൂർ. തൃശ്ശൂരാ? വിയ്യൂരാ? പക്ഷെ വില നോട്ട് ചെയ്തോട്ടാ, സീനാണ്. ഇവനതിന്റെ അപ്പുറത്തെ സീനാണ്. അല്ല, 2 ടീമൊക്കെ ഉണ്ടായിരുന്നു. പാട്ടൊക്കെ പാടി ഡാൻസ് കളിച്ചു. പിന്നെ പുറത്തിറങ്ങി ഡാൻസ് കളിച്ചപ്പോ and on the day of the time there was a 2 Malaysian. Hi, nice to meet you. 2 Malaysian. No, 3 Malaysian. ഞങ്ങളെ ഔട്ടായി ഗൈസ്. ഞങ്ങളെ പുറത്താക്കി. ഒരു 10 ആളെ ഒപ്പിക്കാൻ പറ്റില്ല നിനക്ക്.
Next number is 2. Next number is 1, 2. അപ്പം ഞാൻ വിന്നേഴ്സിനെ കാണിക്കാണ്. കുറച്ചുകൂടി ഇരിക്കണം നേരെ പണ്ടല്ല, അത് വേറെ മീനിങ്. ലേറ്റ് ആയിട്ട് വന്ന രണ്ടുപേര് കുറച്ചൊക്കെ മിസ്സായിരിക്കും. താങ്ക് യു ബ്രോ. കാണിക്കരുത് കാണിക്കരുത് കാണിക്കരുത്. ഇപ്പൊ നിങ്ങൾ ഇരിക്കുന്നത് 4ാം ക്ലാസ്സിലാണ്. ഓക്കെ, ഹോംവർക്ക് എഴുതിയോടെ രാത്രി മാത്രം എനിക്ക് ബാക്കിയായിരുന്നു. ബ്രോ ഹോംവർക്ക് ചെയ്തോ? കിട്ടും. Ready? എങ്ങനെ കണ്ടുപിടിക്കുന്നു ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് എങ്ങനെയാണ് ആളെ കണ്ടുപിടിക്കാം? ഇനാഗ്രേഷൻ ഇവിടെ ഇപ്പം ഇവിടെ വെച്ച് നടക്കുന്നത് അല്ല. ഇതിപ്പോ നിങ്ങൾ കാണുമ്പോ ജസ്റ്റ് ഒരു റൗണ്ട് സാധനം എന്തോ എഴുതിയിട്ടുണ്ട്, ഒരു മഞ്ഞ കളർ സാധനം, ഇത്ര നിങ്ങൾക്ക് തോന്നുള്ളൂ. പക്ഷെ ഇത് നിങ്ങളെ കൈ കിട്ടുന്ന സമയത്ത് അവിടെ ചെയ്യുന്നില്ല. പരിചയപ്പെടായിരുന്നു. എല്ലാവർക്കും ഷെയ്ക്കാൻ്റെ കൊടുത്തു. പരിചയപ്പെടാതെ ആരും പാടില്ല എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവർക്കും പോയി ഹായ് കൊടുത്തു. എന്താ പറയാ, ഇതൊരു ബാഡ് ആയിരുന്നെങ്കിൽ അതിനെ പോലെ ആയിരിക്കും ലൈഫ് പോവുക. ഐ മീൻ ഓപ്പൺ ആവും, ക്ലോസ് ആവും, ഓപ്പൺ ആവും, ക്ലോസ് ആവും. അപ്പം അല്ല, സത്യം പറയട്ടെ, ഞാൻ ഇന്ന് 3ാമത്തെ പ്രാവശ്യം കാണുന്നത്. ആദ്യം എന്റെ ഗേൾഫ്രണ്ടിനോട് പോയായിരുന്നു, എന്നിട്ട് പിന്നെ വേറൊരു ഗേൾഫ്രണ്ടിനോട് പോയായിരുന്നു. മറ്റേ വേറോട്ട് ഇങ്ങനെ പിച്ച് ഇട്ടിട്ട് ഇവിടെ മറ്റേ ബീഫ് ഫ്രൈ, ഇവിടെ കറി, ഇവിടെ വട്സൈഡ് ഓംപ്ലേറ്റ്, ആ പെറോട്ട ഇങ്ങനെ എടുത്ത കറിയിലോട്ട് ഇങ്ങനെ മുക്കി ആ പീസിലോട്ട് ഇങ്ങനെ പൊതിഞ്ഞ് മനസ്സ് തുറക്കാനുള്ള സെഷനാണത്. നമുക്ക് ഒരു പേരിനെ തരും, ആ പേരായിട്ട് നമുക്ക് മനസ്സോണം സംസാരിക്കാം. നോ ജഡ്ജ്മെന്റ് സോൺ. അതിപ്പോ തുടങ്ങും. ഞാൻ വെയിറ്റിംഗ് ആണ്, കിട്ടേ നോക്കാൻ. നമ്മളിവിടെ കാണാൻ പോകുന്നത് സോ ഗൈസ്, എനിക്ക് എന്റെ പേരിനെ കിട്ടി. നമ്മുടെ ഷെറിൻ മച്ചാനാണ് പേര്. ഞങ്ങൾ കഥ പറയാൻ വേണ്ടി പോവുകയാണ്. കട്ടനം കുടിച്ച്. അപ്പോ അതെ, മനസ്സ് തുറക്കാനുള്ളൊരു സെഷനാണിത്. വാ ബ്രോ, എന്തെന്ന് പറഞ്ഞറിയാം, ആരും ജഡ്ജ് ചെയ്യില്ല. ഓ ഇവിടെ ക്രൗഡ് ആവല്ലേ വന്നു കഴിഞ്ഞാ ബ്രോ? നമ്മളാ രണ്ടുപേര്, ഞങ്ങൾ ഈ സൈഡ്, ഞാൻ സൈഡ്. ഗൈസ് ഫുഡ് കഴിക്കാൻ വെയിറ്റിംഗ് ആണ്.
ഫുഡ് ഒക്കെ ഓൾമോസ്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അവിടെ. ഫുഡ് അടി കഴിഞ്ഞു. അൺഫോർച്ചുനേറ്റ്ലി വീണ്ടും ഫുഡിന്റെ ഫോട്ടോ എടുക്കാൻ ഞാൻ മറന്നുപോയി. നമുക്ക് ചപ്പാത്തിയും ചിക്കൻ കറിയും പിന്നെ കുറച്ച് എന്തായാലും ഫ്രൈഡ് റൈസാ അല്ലേ? റൈസ് ആയിരുന്നു, കുഴപ്പമുണ്ടായില്ല, നല്ല ഫുഡായിരുന്നു. ഹായ് ബ്രോ, എന്താ എങ്ങനെയുണ്ട്? എന്താ ഇവിടെ പരിപാടി? മൂന്നുപേരും കൂടി എന്തൊരു കുൽസിത പ്രവർത്തിക്കുകയാണല്ലോ. എന്താ പഠിക്കാനായിട്ട്? ഫോട്ടോഗ്രാഫി പഠിക്കാനോ? ഫോട്ടോഗ്രാഫറാ? ക്യാമ്പ് ഫയർ ആണ് ഗൈസ്, ക്യാമ്പ് ഫയർ. ക്യാമ്പ് ഫയറിന് ചുറ്റിരുന്ന് കഥ പറയാനുണ്ടായിരുന്നു. രാത്രി ഇരുന്ന് മാക്സിമം ആൾക്കാർക്ക് സംസാരിക്കുക, കാര്യങ്ങൾ പറയാ, എന്താ പറയാ, പല സ്ഥലത്ത് പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഭയങ്കര കെയറിംഗ് ഉള്ള ആളാണ്. എനിത്തിങ് ആണ്. 5 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാണ്. നിങ്ങൾ എല്ലാവരും 3-4 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാണ് ഇന്നെന്താ കഴിച്ചേ, അപ്പൊ ഇഷ്ടമുള്ള പറയാം. അല്ലെങ്കിൽ ആ ഒരു ലെറ്ററിലായിരിക്കും ആൻസർ വരേണ്ടത്. രണ്ടാമത്തെ പ്രാവശ്യം അത് കിട്ടിയില്ല. അപ്പം അങ്ങനെ ഞാൻ അത് ട്രൈ ചെയ്തു. സൈഡിൽ കൂടെ ഡാൻസിന്റെ പരിപാടി ട്രൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത് കയറുന്നു, ഇത് കയറുന്നു. ഒരു ലെവൽ കഴിഞ്ഞപ്പം ഇതിവിടെ നിൽക്കുന്നു, ഇതിലേക്ക് കയറാം. ഇന്നല്ലെങ്കിൽ നാളെ ഒരു ദിവസം നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് ഉറപ്പായിട്ട് കിട്ടും. ഇപ്പൊ കിട്ടിയില്ല എന്ന് വെച്ചോ കുഴപ്പമില്ല, ഒരു ലൈഫേ ഉള്ളൂ. അത് കിട്ടിയില്ല എന്നല്ലേ ഉള്ളൂ. നിങ്ങൾ ട്രൈ ചെയ്തിട്ടാണ് കിട്ടാതിരിക്കും അല്ലേ? റൊണാൾഡോക്ക് വയ്യാണ്ടായി. അപ്പൊ മെസ്സിയോട് റൊണാൾഡോ പറഞ്ഞു കുറച്ചങ്ങ് നീങ്ങി വെക്കുന്നു പറഞ്ഞു. വൈ നമ്മുടെ മ്യൂസിക്കൽ നൈറ്റ് തുടങ്ങാറായി. പാട്ട് പാടാൻ വരുന്നത് ആരാന്ന് അറിയില്ല. ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെ പറ്റിക്കുന്നു. ആർട്ടിസ്റ്റ് ആയിരുന്നു. ഒരുമിച്ച് പാടിയിട്ടാണ് കൊണ്ടുപോകാൻ പോകുന്നത്. കാറ്റായി വരും തങ്കത്തിങ്ങൾ തേടി വന്നപ്പൂവിൻ തേടി വീടിക്കുമ്പിൽ കൈമാറും മോഹങ്ങളെ നീയുണ്ടായിരുന്നെങ്കിലിന്നു ഒരു മാത്രമേറുതേ നിലച്ചുപോയി. കണ്ണിലൂടെ നോവിലൂടെ പണ്ട പവർ എനിക്ക് അന്നാണ് മനസ്സിലായത്. ഇനി പാടി കഴിഞ്ഞിട്ട് വർക്കായില്ലെങ്കില കാണാതെ നെഞ്ച് കാറ്റാടി പോരാടുത്. ഞാൻ പറഞ്ഞില്ലേ രാസാത്തി വന്ന് കാണാതെ നെഞ്ച് കാറ്റാടി പോരാടുത്. സായും തോൽവിയ മേരായി സായതായേ തകുമാ മുതിരോടുന്ന വീട്ടിലൊളിക്കാം, സ്വർണ്ണവീരായി നീന്തിത്തൊളിക്കാം, വഞ്ചിപ്പാട്ടിന്റെ കുന്നിലേറാം. അമ്മ മനസ്സ് ഈ മുറ്റത്തെ തുളസി പോലെ
എല്ലാം വരവാകുന്നത് പോലെ പുലരുളിയുടെ കസവണിയണ മലരുകളുടെ രസനടനം. We are friends. ദുഃഖങ്ങളിൽ കൂടെ നിൽക്കാം, സ്വർഗങ്ങളെ സ്വന്തമാക്കാം. മനിത ഉണർന്നു കൊള്ള ഇത് മനിത കാതലല്ല, അதையும் താണ്ടി പുനിതമാനത്. നെഞ്ചിൽ പെയ്തിടും മാമഴை, ഇരുക്കുൾ മൂടിടും താമரை, സഞ്ചു മാറിയത് വാനിലേ പിന്നരും മേൽ പിഴை. ഞാനും വരാം തൃശ്ശൂർ പൂരം കാണാൻ. സമയം ഏകദേശം 12:45 1 മണിയായി. അപ്പൊ ഞങ്ങൾക്ക് കൂടെ ഒരു മ്യൂസിക് നൈറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ആദർശ് ദാസ് എന്ന് പറഞ്ഞ ഒരു മച്ചാനാണ്, ഗിറ്റാറിസ്റ്റ് ആണ്. ഇപ്പോൾ പുള്ളിയാണ് മ്യൂസിക്കൊക്കെ ചെയ്തത്. ഐ മീൻ മ്യൂസിക് ഗിറ്റാറൊക്കെ വായിച്ച് പാട്ടൊക്കെ പാടി. ഏതാ മൂഡ്. ഒരു 1.5 മണിക്കൂറോളം വേറെ ഏതൊരു ലോകത്ത് എല്ലാവരും ഒരേ ഒരു ഫ്ലോയിൽ, എല്ലാവരും ഒരേ വേവിലും ഒരേ വൈബ് പിടിച്ചിട്ട് ഉള്ളൊരു പരിപാടിയായിരുന്നു. ഇപ്പം ഈ മൊത്തം ക്യാമ്പ് നടന്നതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ് എനിക്ക് കിട്ടിയത് ആ മ്യൂസിക് ഇത് കേട്ടപ്പോഴാണ്. പല പല പാട്ടുകൾ കിട്ടും, ഒരു രക്ഷയില്ല, അടിപൊളി, മസ്റ്റ് എക്സ്പീരിയൻസ് ആൻഡ് ഹ്യൂജ് ടാലൻറ്റ്. അവൻ ഞാൻ സമ്മതിച്ചു കൊടുത്തു, അത്ര ഓഡിയൻസിനെ കയ്യിലെടുത്തു. അതൊക്കെ കാണുമ്പോൾ നമുക്ക് ശരിക്കും പാട്ട് പാടണം അല്ലെങ്കിൽ പാട്ട് പഠിക്കണം എന്നുള്ള കഴിവ് നമുക്ക് ഉണ്ടായിരുന്നെങ്കിൽ ആഗ്രഹിച്ചു. അമ്മാതിരി പെർഫോമൻസ് ആയിരുന്നു, സോ ഗുഡ്. ഇപ്പോഴാരും ഉറങ്ങിയിട്ടില്ല, എല്ലാവരും ആക്റ്റീവാണ്, എല്ലാവരും ഓണാണ്. ഇനിയിപ്പോൾ എന്തോ ദംഷാർസ് ഗെയിംസ് എന്തൊക്കെയുണ്ട്, അപ്പോൾ അതും കൂടി കളിച്ചിട്ടൊക്കെ മിക്കവാറും ഉറക്കമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ മ്യൂസിക് നൈറ്റ് എനിക്ക് ഇപ്പോഴും എൻ്റെ മനസ്സിൽ കിടക്കുന്നുണ്ടത്. അതിൻ്റെ ആ ഒരു ഹാങ് ഓവർ പോകണില്ല, വായിൽ പാട്ട് കാണുന്നോണ്ടിരിക്കുക. സോ ഗുഡ്. രാത്രി ഗെയിമാണ് ഗൈസ്. സ്ഥലത്ത് ഇവിടെ ക്യാരംസ് കളി ആഴ്ചയ്ക്കും മാറ്റി ബ്രോ തൂങ്ങനെ വെറുതെ രണ്ട് അങ്ങനെ ഇവിടെ ഉണ്ട്, ഞാൻ കണ്ടതാ. ഇവിടെ ആക്ട് ചെയ്തോ? ആണ് മലയാളം വൻ ചാൻസുകളാണ് കൈസ്. ഇവിടെ വലിയ വാക്കാണ്. ദൈവം യുദ്ധം